ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു another വീഡിയോ ഓഫ് മെക്കാനിക് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഇത് സ്വിഫ്റ്റാണ്. ഇത് 1,00,000 മുകളിൽ ഓടിയ ഒരു കാറാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മുൻപ് ടൈമിംഗ് ചെയിൻ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോയിൽ ഈ ലോക്ക് ചെയ്യുന്ന കാര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ലത്, കാരണം അവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ടൈമിംഗ് ലോക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പാർട്സ് എല്ലാം മേടിച്ചിട്ടുണ്ട്, എല്ലാം ജെന്യുവൻ പാർട്സ് തന്നെയാണ്. ഇത് നമുക്ക് 4,000 റുപ്പീസാണ് വന്നിട്ടുള്ളത്. 9 ഐറ്റംസാണ് നമുക്കിവിടെ ആവശ്യമുള്ള പാർട്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ കൂടുതൽ കാറുകളിലും കണ്ടുവരുന്നത് ഇവിടെ ലീക്കാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റബ്ബർ വീക്ക് ആകുമ്പോഴാണ് ഇതിലൂടെ ലീക്കാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ റബ്ബറും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ടൈമിംഗ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്യാം സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഒരിക്കലും ചേഞ്ച് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ ടൈമിംഗ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാം സ്പ്രോക്കറ്റ് കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് തന്നെ ഇതിൻ്റെ പഴയ ക്യാം സ്പ്രോക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര ഈസി ആയിട്ടായിരിക്കും നമുക്കിത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടൂള് നമുക്ക് തന്നെ ഈ ഒരു സ്പ്രോക്കറ്റ് വെച്ച് പഴയ സ്പ്രോക്കറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സ്പ്രോക്കറ്റ് വീല് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ബ്രാക്കറ്റിൻ്റെ ബോൾട്ട് ഇവിടെ ടൈറ്റൻ ചെയ്തതാണ് ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റ് നമ്മൾ ടൂൾ ഉപയോഗിച്ച് ടൈറ്റൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാം സ്പ്രോക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ക്യാം സ്പ്രോക്കറ്റ് ടൈറ്റൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. അതിന് ശേഷമാണ് ക്യാം ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നില്ല അല്ലേ? അതായത് ക്യാമിൻ്റെ ഉള്ളിൽ എന്താണ് ലോക്ക് ആവുന്നതെന്നില്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ വേറൊരു എൻജിനുണ്ട്, എൻജിൻ്റെ ഹെഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ ലോക്കിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നതെന്നുള്ളത്. ഈ ഒരു കട്ടിങ് ഒന്ന് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിലാണ് ഇത് ക്യാമും വരുന്നത്. അതായത് ഈ ഒരു കട്ടിങ് ഇവിടെ പോയി ലോക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരു സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ. പക്ഷേ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ലോക്ക് ചെയ്ത് യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഈ ലോക്ക് കൊണ്ട് ക്യാം ഷാഫ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊട്ടല്ല ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ടൂൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ടൈം എടുത്ത് ടൂൾ നമ്മളൊന്ന് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രോക്കറ്റ്, അതായത് ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. ക്രാങ്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴെ ലോക്ക് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്. ഫ്ലൈ വീലിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ടൂൾ ഇവിടെ കറക്റ്റ് ഫിറ്റായിരിക്കണം. ഇവിടെ പ്ലേ വന്നു കഴിഞ്ഞാൽ ടൈമിങ്ങിലും നമുക്ക് ചേഞ്ച് വരും. ഓക്കെ, ഇനി നമുക്കിത് കൂടുതലായിട്ട് ഞാൻ പുറത്ത് നമ്മൾ റിമൂവ് ചെയ്തൊരു എഞ്ചിനുണ്ട്, അതിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ലോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പിസ്റ്റൺ വരുന്നതെന്ന് നോക്കാം.
നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 4 പിസ്റ്റണും ഒരേ സെയിം രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രാങ്കും അതുപോലെ തന്നെ ക്യാമും ലോക്ക് ചെയ്തതിന് ശേഷം ടൈമിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിങ് സെറ്റ് ചെയ്യുന്നതൊന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം അപ്പോൾ വീണ്ടും ഇത് ഡിലേ ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി ടൈമിംഗ് കവർ ഇൻസ്റ്റാൾ ചെയ്ത് എൻജിൻ പുള്ളി എങ്ങനെ ടൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടൈമിംഗ് കവറിൻ്റെ ബോൾട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈമിംഗ് കവറിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻജിൻ പുള്ളി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈമിംഗ് കവറിൻ്റെ ബോൾട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി എൻജിൻ പുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻജിൻ പുള്ളിയുടെ ബോൾട്ടും. ടൈമിംഗ് കവറ് കറക്റ്റായി സെൻറ്ററിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻജിൻ പുള്ളി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടൈമിംഗ് കവറ് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ടൈമിംഗ് കവറ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർ പമ്പും അതുപോലെ തന്നെ എൻജിൻ മൗണ്ടിങ്ങും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻജിൻ പുള്ളി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എൻജിൻ മൗണ്ടിങ്ങും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് എങ്ങനെ ടൈമിംഗ് ലോക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് താഴെ ഇവിടെ ക്യാമും ലോക്കാണ്, താഴത്ത് ക്രാങ്കും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എൻജിൻ പുള്ളി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി ജാക്ക് റിമൂവ് ചെയ്യാം. എൻജിൻ പുള്ളി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇത് ലെഫ്റ്റ് ത്രെഡാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ പ്രൊസീജിയറൊക്കെ കണ്ടല്ലോ. ഇനി റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഡൗട്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്രാങ്ക് ലോക്ക് ചെയ്യുക, എന്നിട്ട് പുള്ളി റിമൂവ് ചെയ്യുക, എൻജിൻ പുള്ളി റിമൂവ് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.